UDF രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മത്സരിക്കുമ്പോൾ CPM ചിഹ്നം പോകാതിരിക്കാനാണ് മത്സരിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. തൃശൂർ ലോക്സഭ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പര്യടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ രാഷ്ട്രീയം അതിഗുരുതരമായ പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസും UDFും. അതേസമയം സ്വന്തം ചിഹ്നം നിലനിർത്താനുള്ള പോരാട്ടം മാത്രമാണ് CPMന് ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ടുതന്നെ ജനാധിപത്യത്തിന്റെ ശക്തിക്ക് UDF ജയിക്കേണ്ടത് ആവശ്യമാണ്. 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ദേശീയ മാധ്യമങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുമ്പോഴും മോദി പരാജയഭയത്തിലാണ്. അതുകൊണ്ടാണ് കെജ്രിവാളിനെ ജയിലിലടച്ചതും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതും. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും അപ്പോൾ കേന്ദ്രമന്ത്രിയായി കെ മുരളീധരൻ ഉണ്ടാകുമെന്നും രാഹുൽ വ്യക്തമാക്കി. കഴിഞ്ഞ കുറേ ദിവസമായി ദേശീയ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന സർവേകൾ 400-ലധികം സീറ്റുമായി തിരിച്ചു വരുമെന്ന് പറയുന്ന നരേന്ദ്രമോദി ഈ രാജ്യത്തെ തലസ്ഥാന നഗരിയുടെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കോൺഗ്രസ് പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്ത് നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ്. ഈ ജൂൺ മാസം 4-ാം തീയതി ഈ രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാകുമ്പോ തൃശൂരിന്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിയാകുവാനാണ് നമ്മൾ ശ്രീ കെ മുരളീധരന് വേണ്ടി ഇവിടെ വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം മോദിയും പിണറായിയും തൃശൂർ വന്നപ്പോൾ പരസ്പര സഹകരണത്തിലാണ് സംസാരിച്ചതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. കരുവന്നൂരിൽ ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നതെന്ന് മോദി പറയുമ്പോൾ എന്തുകൊണ്ടാണ് ED നടപടിയെടുക്കാത്തത്? തെരഞ്ഞെടുപ്പിലെ സഹകരണത്തിനു വേണ്ടി എല്ലാ വിഷയങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് നാടിന് ആപത്താണെന്ന് നാം തിരിച്ചറിയണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ എതിർക്കുന്ന ശൗര്യമൊന്നും ഇന്നലെ പിണറായി വിജയന്റെ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതായത് മോഡിയുടെ വിരട്ടലിൽ അല്പം വരണ്ടു പോയ പിണറായിനെയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ മേയർ വർഗീസ് പറഞ്ഞതുപോലെ അന്തർധാര ഏതാണ്ട് ശക്തമായിരിക്കുന്നുവെന്നാണ് ഇന്നലത്തെ ഈ രണ്ടുപേരുടെയും നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അന്തർധാര നാടിനാപത്താണ്, രാജ്യത്തിനാപത്താണ്. അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, MP വിൻസെന്റ്, സുനിൽ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി.